ഒരുപാട് നാടകീയ സംഭവങ്ങൾക്ക് ശേഷം നടന്ന പാകിസ്ഥാൻ UAE മത്സരത്തിൽ പാകിസ്ഥാന് ജയം. മാച്ച് റെഫറിയെ മാറ്റിയില്ലെങ്കിൽ തങ്ങൾ കളിക്കാൻ ഇറങ്ങില്ല എന്ന പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ICC നിലപാട് കടുപ്പിച്ചതോടെ പാകിസ്ഥാന് കളിക്കാൻ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ 1 മണിക്കൂറോളം വൈകി ആരംഭിച്ച കളിയിൽ 41 റൺസിനാണ് UAE പാകിസ്ഥാൻ തോൽപ്പിച്ചത്. പാകിസ്ഥാനെ നന്നായി വിറപ്പിച്ച ശേഷമാണ് UAE കീഴടങ്ങിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് മാത്രമാണ് എടുത്തത്. പാകിസ്ഥാന് വേണ്ടി ഓപ്പണർമാരായ ഫർഹാൻ 5 റൺസിന് പുറത്തായപ്പോൾ മറ്റൊരു ഓപ്പണറായ സൈം അയ്യൂബ് 0 റൺസിന് പുറത്തായി. ജസ്പ്രീത് ബുംറയെ 6 ബോളിലും 6 അടിക്കാൻ കഴിവുള്ള താരമാണെന്ന് ഒരു മുൻ പാകിസ്ഥാൻ പറഞ്ഞ താരമാണ് സൈം അയ്യൂബ്. അദ്ദേഹം ഇന്ന് 2ാമത്തെ ബോളിലാണ് ഡെക്കായിട്ട് പുറത്താകുന്നത്. ആദ്യത്തെ 2 മത്സരങ്ങളിൽ അദ്ദേഹം ഗോൾഡൻ ഡെക്കായി പുറത്താവുകയായിരുന്നു. ഫഖർ സമൻ 36 പന്തിൽ 50 റൺസ് എടുത്തപ്പോൾ സൽമാൻ അലി ആകെ 27 പന്തിൽ 20 റൺസ് എടുത്തു. അവസാന ഓവറുകളിൽ ഷഹീൻ അഫ്രീദി നടത്തിയ ഒരു വെടിക്കെട്ടാണ് അവരെ ഈ ഒരു സ്കോറിലേക്കെങ്കിലും എത്തിച്ചത്. 14 പന്തിൽ 2 സിക്സിന്റെയും 3 ഫോറിന്റെയും സഹായത്തോടെ ഷഹീൻ അഫ്രീദി 29 റൺസ് എടുക്കുകയായിരുന്നു. അങ്ങനെ 146 എന്ന താരതമ്യേന ചെറിയ സ്കോറിൽ പാകിസ്ഥാൻ ഒതുങ്ങി. UAEക്ക് വേണ്ടി ജുനൈദ് സിദ്ദിഖി 4 ഓവറിൽ 18 റൺസിന് 4 വിക്കറ്റും സിമ്രൻജിത്ത് സിംഗ് 4 ഓവറിൽ 26 റൺസിന് 3 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഒമാന് വേണ്ടി രാഹുൽ ചോപ്രയാണ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത്. 35 പന്തിൽ അദ്ദേഹം 35 റൺസ് എടുക്കുകയായിരുന്നു. ധ്രുവ് പരേഷർ 23 പന്തിൽ 20 റൺസും മുഹമ്മദ് വസീം 15 പന്തിൽ 14, അലീഷൻ ഷറഫ് 8 പന്തിൽ 12 ഇങ്ങനെയായിരുന്നു മറ്റ് 2 അക്കം കടന്നവരുടെ സ്കോറുകൾ. പാകിസ്ഥാന് വേണ്ടി ഷഹീൻ അഫ്രീദിയും ഹാരിസ് റഫും അബ്രാർ അഹമ്മദും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. സൈം അയ്യൂബും സൽമാൻ അലി ആകെയും ഓരോ വിക്കറ്റ് നേടുകയും ചെയ്തു. അങ്ങനെ 41 റൺസിന് UAE തോൽപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൂപ്പർ 4ലേക്ക് കടന്നു. സൂപ്പർ 4ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരം കൂടി കാണാൻ നമുക്ക് അവസരമുണ്ട്.